ഹലോ ഫാമിലി, വെൽക്കം ആൻഡ് വെൽക്കം ബാക്ക് ടു ബി മിസ് ലൈഫ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നത് ശരിക്കും എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു അമ്പലത്തിലേക്കാണ്. ഒരുപാട് റീൽസിലും വീഡിയോസിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു അമ്പലം തന്നെയാണ്. അപ്പൊ അങ്ങനെ കണ്ടിട്ട് നമുക്കും അവിടെ ഒന്ന് പോയി കാണാൻ വേണ്ടിയുള്ള ഒരു ആഗ്രഹം തോന്നി അങ്ങനെ പോയതാണ്. കോട്ടയത്തെ കുറവലങ്ങാട്ടുള്ള കളത്തൂർ എന്ന ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം ഉള്ളത്. അപ്പൊ നമ്മൾ ഈ ക്ഷേത്രത്തിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോ എത്തിയിരിക്കുന്നത് ഇതിന്റെ പുറകുഭാഗത്തായിട്ടാണ്. ഇനി നമുക്ക് അമ്പലത്തിന്റെ മുൻഭാഗത്തേക്ക് പോകാം. ഈ അമ്പലത്തിന്റെ 3 വശവും ഒരു ചെറിയ അരുവി കൊണ്ട് ചുറ്റപ്പെട്ടിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഈ അമ്പലത്തിന്റെ പേര് അരുവിക്കൽ ക്ഷേത്രം എന്നാണ്. അപ്പോൾ ഈ അമ്പലത്തിൽ ദർശനത്തിനല്ലാതെ നമ്മൾ വരുവാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ടും ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ മഴക്കാലത്ത് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ആ സമയത്താണ് ഇവിടെ കൂടുതൽ ഭംഗിയുള്ളത്. നോക്കിയാൽ ഇത്രയും മഴയൊക്കെ പെയ്തിട്ടാണെങ്കിലും വെള്ളം നല്ല ക്ലിയർ ആണ്. അടിയിലുള്ള കാര്യങ്ങൾ വരെ നമുക്ക് കാണാം, മീനുകളെയൊക്കെ കാണാം. ആഴമുള്ള ഭാഗത്ത് ഒരു നീല കളറാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ക്ഷേത്രത്തിന്റെ മുൻഭാഗത്തേക്ക് വന്നാൽ ആദ്യം നമ്മുടെ കണ്ണുകൾ ചെല്ലുന്നത് ഈ ചെറിയൊരു വാട്ടർഫോളിലേക്കാണ്. അമ്പലത്തിന്റെ മുന്നിലൂടെ ഒഴുകി താഴേക്ക് ഒഴുകുന്ന ഈ ഒരു ചെറിയ വാട്ടർഫോൾ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. രാവിലെ 10 മണിയോടുകൂടി തന്നെ ക്ഷേത്രം അടച്ചാലും ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവിടെ വരാറുണ്ട്. കുട്ടികളും മുതിർന്നവരും എല്ലാം ഈ പുഴയിലും വെള്ളച്ചാട്ടത്തിലും ഒക്കെ നീന്തി കളിക്കുന്നതും കാണാൻ പറ്റും. നല്ല മഴയുള്ളപ്പോൾ ഇതിനേക്കഴിഞ്ഞ ശക്തിയിലായിരിക്കും ഈ വെള്ളച്ചാട്ടം ഉണ്ടാവുക. പിന്നെ നമ്മൾ അമ്പലത്തിലേക്ക് പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ ഈ വെള്ളത്തിനകത്തൂടെ കടന്നിട്ട് വേണം അവിടേക്ക് ചെല്ലാനായിട്ട്. ഇത് കരിങ്കല്ലിന്റെ പാറകളല്ല, ചെങ്കല്ലിന്റെ പാറകളാണ്. ഇതിനകത്ത് നല്ല വഴുക്കലുണ്ട്, പിന്നെ ഇടയ്ക്കിടയ്ക്ക് കുഴികളും ഉണ്ട്. അതുകൊണ്ട് തന്നെ അമ്പലത്തിലേക്ക് പ്രവേശിക്കുന്നിടത്ത് ഒരു കമ്പി ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. അതിൽ പിടിച്ച് പിടിച്ച് നമുക്ക് അകത്തേക്ക് കയറി പോവാം. ഇവിടെ നിന്ന് ചുറ്റും നോക്കുവാണെങ്കിലും ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. നല്ല ഗ്രീനറി ആയിട്ട് നല്ല രസമാണ് കാണാൻ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ വെള്ളത്തില് കുറേ കുഞ്ഞു കുഞ്ഞു മീനുകളുണ്ട്. പ്രത്യേകിച്ചും ഈ പാറയിൽ ഇങ്ങനെ വന്ന് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന പോലെ, എനിക്കറിയില്ല വീഡിയോയിൽ എത്രമാത്രം ക്ലിയർ ആണെന്ന്, പക്ഷെ നിറയെ മീനുകൾ ഇങ്ങനെ പാറയിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന പോലെ ഇരിക്കുന്നുണ്ടായിരുന്നു. അമ്പലത്തിന്റെ ലെഫ്റ്റ് സൈഡിലും പിറകിലുമായിട്ട് 2 വലിയ പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. എപ്പോഴും മഴക്കാലത്ത് ഒരുപാട് ആളുകൾ ഇവിടെ വരുന്നതാണ്. നമ്മൾ വീഡിയോസും റീൽസും ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ. ഒരുപാട് ആളുകൾ എപ്പോഴും വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം. നമ്മളിപ്പോ രാവിലെ പോയതുകൊണ്ടാണ് ഇവിടെ ആൾക്കാർ കുറവുള്ളത്. ഇന്ന് നമുക്ക് കുറച്ച് ഭാഗ്യമുണ്ട്, മഴയൊന്നും പെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ മഴയൊക്കെ ഉണ്ടെങ്കിലും എപ്പോഴും ആൾക്കാർ ഇവിടെ ഉണ്ടാവാറുണ്ട്. അമ്പലത്തെക്കുറിച്ച് എനിക്ക് കൂടുതലായിട്ടൊന്നും പറഞ്ഞു തരാൻ അറിയില്ല. ഞാൻ വായിച്ചിടത്തോളം ഇവിടെ ഇരട്ട ശ്രീകോവിലാണ് ഇവിടുത്തെ പ്രത്യേകതയെന്നും ശിവരാത്രി സമയത്താണ് ഇതിന്റെ ഉത്സവം, 3 ദിവസമാണ് ഇവിടുത്തെ ഉത്സവം എന്നൊക്കെയാണ് ഞാൻ വായിച്ച് കേട്ടുമൊക്കെ മനസ്സിലാക്കിയത്. ഈ അമ്പലത്തിലേക്ക് വരാൻ പല വഴികളുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. നമ്മൾ ഏറ്റുമാനൂർ കുറവലങ്ങാട് റോഡില് കുര്യം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വന്നിട്ട് അവിടുന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞാണ് കളത്തൂർ ഗ്രാമത്തിലേക്ക് എത്തിയത്. എല്ലാ സ്ഥലത്തും അമ്പലത്തിലേക്കുള്ള സൈൻ ബോർഡ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നത് കൊണ്ട് നല്ല ഈസി ആയിരുന്നു ഇങ്ങോട്ട് എത്തിപ്പെടാനായിട്ട്. അപ്പൊ ഈ അമ്പലത്തിന്റെ ഭംഗി മുഴുവനായിട്ടും കാണാൻ ആഗ്രഹിക്കുന്നവരും മഴക്കാലത്ത് വരുന്നതാണ് ഏറ്റവും നല്ലത്. മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്യാം, മനോഹരമായ കാഴ്ചകളും കാണാം. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.